അപ്പോ എമിഗ്രേഷന്റെ അപ്പുറത്താണ് അവിടെ പോകാൻ പറ്റില്ല. പിന്നെ 3 പേരാണ് സമ്മതിക്കുന്നില്ല, ഒന്നും പറയാനും നിങ്ങൾ എന്നിട്ട് പറയാം നിങ്ങൾ സംസാരിക്കും. എന്നിട്ട് സംസാരിക്കും. ഫ്ലൈറ്റിന്റെ അവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. 1 മണിക്ക് ഫ്ലൈറ്റ് അവിടെ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇവിടെ വരും. 1:45 2:45 ഇവിടെ എത്തും. വിത്തിൻ 1 അവറിന്റെ ഉള്ളിൽ ഇവിടുന്ന് ദുബൈയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്ന പറഞ്ഞത്. അത് അവർ ഷുവർ പറഞ്ഞ സംഗതിയാണ്. ഫ്ലൈറ്റ് ആദ്യം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ആ ഫ്ലൈറ്റ് ഡിലേ അവിടെ ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. മുംബൈയിൽ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പോൾ 2 മണിക്കാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ബോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് ഫർദർ ഡിലേ ആയിട്ട് 5:10 ആയിട്ട് മാറിയിട്ടുള്ളത്. ആ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് വേണം അത് ഇവിടുന്ന് പോകാൻ വേണ്ടി. ഞങ്ങൾക്ക് കിട്ടിയ പ്രായ ഇൻഫർമേഷൻ 3:45 അവിടുന്ന് 3:40 ഇവിടുന്ന് ഡിപ്പാച്ചറും 1 മണിക്ക് മുംബൈയിൽ നിന്ന് ഡിപ്പാച്ചറും വന്നിട്ടാണ് അത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ഏതാ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് ക്ലിയർ എഞ്ചിനീയറിംഗ് ക്ലിയറൻസ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് പോയ എയർക്രാഫ്റ്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ എയർക്രാഫ്റ്റ് സ്റ്റാഫ് ആയതുകൊണ്ടാണ് വരുന്ന എയർക്രാഫ്റ്റിന് എഞ്ചിനീയറിംഗ് ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അവരുടെ ബോർഡിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. അവർ കിട്ടിയത് ലേറ്റായിട്ടാണ് കിട്ടിയത്. എഞ്ചിൻ അവിടെ മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ട് ആ വരുന്ന എയർക്രാഫ്റ്റിന്റെ ക്ലിയറൻസ് ലേറ്റായിട്ടാണ് കിട്ടിയത്. ഞങ്ങൾ ആദ്യം കിട്ടിയ ടൈം അനുസരിച്ച് ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തു. കാര്യം ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ സാധനം ശരിയാണ്. ഞങ്ങൾ ഇത്രയും ഉണ്ടല്ലോ അവിടെ അവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി തരണം അവിടെ. ഇപ്പം എന്തായാലും 1 മണിക്ക് ഞങ്ങളെപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5:10 പറയുന്നതിന് മുന്നേ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയിട്ട് മനസ്സിലാക്കി.